പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു പൂർണ്ണ സെഷൻ നമ്മൾ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് വളരെ അടിയന്തരമായൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഗവൺമെൻറ് പുതുതായി വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു വിഷയം എടുക്കാതിരിക്കാൻ പറ്റില്ലാത്ത എന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ടാണ്. സർ, ഇത് ഈ സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ ഈ നമ്മുടെ ഇന്നത്തെ മറ്റ് സഭാ ചർച്ചയിൽ ഇതിനൊരു സമയം അനുവദിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയുണ്ടായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ 3-4 തവണ കഴിഞ്ഞ മാർച്ച് 31 ശേഷം വില വർദ്ധിച്ചു, ഇനിയും വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി കുറച്ചു. അന്തർദേശീയ വിപണിയിൽ ക്രൂഡിൻ്റെ വില 104 ഒക്കെ ആയിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും വരും. ഇനിയും വില കൂടിക്കൊണ്ടിരിക്കാം. അത് എന്തെങ്കിലും ഒരു സമയത്ത് ഈ വില വർധനവ് നിന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ സാർ, അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. സാർ, ഇങ്ങനെ വില വർധനവ് വന്നിട്ട് ആ വില വർധനവ് നിർത്തി ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ കഴിയും. സാർ, ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥയുണ്ട് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നു, ഈ സഭ അംഗീകരിക്കുന്നതാണ്, നാട്ടുകാർ അറിയുന്നതാണ്. സാർ, നമുക്ക് ഈ കഴിഞ്ഞ മാർച്ച് 31 ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഭീമമായ വില വർധനമാണ് സാർ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വന്നിരിക്കുന്നത്. സാർ, നമ്മുടെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 1883 രൂപയിൽ നിന്നും ഒറ്റയടിക്ക് 3133 രൂപയായി വർദ്ധിച്ചു എന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുകയാണ്. ഇന്നിപ്പോൾ ഹോട്ടലുകൾ പ്രായോഗികമായി പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. സാർ, പെട്രോളിൻ്റെ വില 113 രൂപ 66 പൈസ, ഡീസൽ 102 രൂപ എന്ന നിലയിലാണ് വർദ്ധിച്ചത്. സാർ, ഇതിനകത്ത് നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയൊരു പ്രശ്നം കൂടിയുണ്ട്. ബിറ്റുമിൻ്റെ വില, ടാറിൻ്റെ വില 54 രൂപ 54,000 നിന്നും ഏകദേശം 1,00,000 രൂപയായിട്ട് വർദ്ധിച്ചു. നമ്മുടെ ഫ്യൂവലിൻ്റെ വിമാനത്തിനുള്ള ഫ്യൂവലിൻ്റെ വിലയും വർദ്ധിച്ചു. സാർ, ഇങ്ങനെയുള്ള വില വർധന വരുമ്പോൾ മുൻപ് എങ്ങനെയാണ് സാർ ചെയ്തിരുന്നത്? LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പം, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദം ഉയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? സാർ, കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 രൂപ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ റേറ്റുണ്ട് സാർ. സാർ, കണക്ക് ഇതിനകത്ത് കൂട്ടാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് സാർ. കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രൂപ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ 30%-30%-ലധികമാണ് പെട്രോളിന്, ഡീസലിന് 22% അധികമാണ്. അപ്പോൾ ഓരോന്നിനുമുള്ള ശതമാനം അനുസരിച്ചിട്ട് അധികമായി വർദ്ധിക്കുന്നത് ഞങ്ങൾ കൂട്ടുന്നില്ല എന്ന് തീരുമാനിക്കാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സാർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാർ, കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയിൽ നല്ല മെച്ചമുണ്ട്. ഇപ്പോൾ കൃത്യമായി കണക്ക് പറഞ്ഞാൽ എത്രയാണ് ഉണ്ടാവുന്ന ഗുണം, അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ്. സാർ, കൃത്യമായ ധാരണയുണ്ട് സാർ. നമുക്ക് 150 മുതൽ 180 കോടി രൂപ വരെ ഒരു മാസം സംസ്ഥാന ഗവൺമെൻറ്റിന് ഖജനാവിലേക്ക് അധികമായിട്ട് ഈ വില വർധന വഴി വരും. സാർ, ആ വർധന വരുന്നുണ്ട്. ആ വർധന അടിസ്ഥാനത്തിൽ എന്തായാലും 1000 കോടി 1500 കോടി മേളിൽ വരും, 1000 കോടിയിലധികം വരുമല്ലോ സാർ വർധന. സാർ, ഇങ്ങനെ വരുന്ന വർധനയുണ്ട്. ആ വർധന കൃത്യമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. സാർ, ഏറ്റവും പ്രധാന പ്രശ്നം കുറയ്ക്കുന്നത് എങ്ങനെയാണ്, ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. സാർ, ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നത് സാർ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നാട്ടിലാകെ ഉണ്ടാകുന്ന വില വർധനവ് എല്ലാ മേഖലയും ബാധിക്കും. ആളുകളുടെ യാത്രയെ ബാധിക്കും, സാധനങ്ങളുടെ വിലയെ ബാധിക്കും, ഫിഷിംഗ് ബോട്ടിൻ്റെ രംഗത്ത് ഫിഷിങ്ങിന് പോകുന്നതിന് ബാധിക്കും, എല്ലാ തൊഴിലിനെയും, ടൂറിസം മേഖലയെ ബാധിക്കും, എല്ലാം ബാധിക്കും. സാർ, ടാറിങ്ങിൻ്റെ പണി പറഞ്ഞു അത്രയും നാളുകളായി റോഡ് പണി നടക്കുന്നില്ല, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല. സാർ, ഹോട്ടലുകളിൽ ഇപ്പോൾ പല സ്ഥലത്തും ഊണില്ല.
പാഴ്സൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്ന നിലയിലല്ല. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിനകത്ത് കൃത്യമായൊരു നിലപാട് വേണം. ഇവിടെ ഈ വർധന കൃത്യമായിട്ട് അവർക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് സർ. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്. അതിനകത്തും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ കാര്യങ്ങൾ പറയുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കണം. സർ, ഞാൻ ഓരോന്നിൻ്റെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണക്ക് പറയുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ ഏത് വർധനവും അവർക്ക് വലിയ തോതിൽ അവർക്ക് ഗുണമുണ്ടാവും സർ. ബേസിക് എക്സൈസ് ഡ്യൂട്ടി ₹1.40 മാത്രം അവർ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ 19.9 രൂപ 90 പൈസയാണ് പിന്നെ എക്സൈസ് ഡ്യൂട്ടി മാത്രം പെട്രോളിന് മാത്രം 1 ലിറ്റർ മേടിക്കുന്നത്. സർ, കമ്പനികളുടെ ലാഭം, അവരുടെ ഡിവിഡൻഡ്, പെട്രോളിയത്തിൻ്റെ മറ്റ് ലാഭം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വർഷം 4,15,244 കോടി രൂപ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അധികമായി വരുന്നുണ്ട് സർ. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഏറ്റവും വലിയ കൊള്ളയടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ കൊള്ളയടിക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ്. സർ, ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്ന് മുമ്പ് സർ, ഞങ്ങൾ 2018-ലും 2022-ലും 2 ഘട്ടത്തിൽ എല്ലാ പ്രാവശ്യവും കുറച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇതുപോലെ നിരന്തരമായ വർധന വന്നൊരു സാഹചര്യം വന്നില്ല. 2018-ൽ 1 രൂപ ലിറ്ററിന് വെച്ച് ഞങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു പെട്രോളിന്. അന്ന് 500-ലധികം കോടി രൂപയുടെ ഇളവാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത് സർ. അതുപോലെ 2022-ൽ കേന്ദ്രത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ പിന്നെ കുറവ് വന്നപ്പോൾ അപ്പോൾ തന്നെ അത് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു സർ. നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ് സർ. ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ കുറച്ച് സബ്സിഡി ഡീസലിന് കൊടുക്കാൻ പറ്റേണ്ടതാണ്. സെലക്ട് ചെയ്തിട്ട് പാചകവാതകം, ഞാൻ വീട്ടിൽ പാചകവാതകത്തിൻ്റെ കാര്യം പറഞ്ഞു സാർ. പാചകവാതകം കിട്ടാനില്ല. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റി മാത്രമേ കൊടുത്തു, അടുത്ത കുറ്റി കിട്ടുമെന്ന് ഉറപ്പില്ല വാണിജ്യ സിലിണ്ടറിൻ്റെ ചെയ്താൽ. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതിൻ്റെ കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കണം. പാചകവാതകത്തിന് ആ സബ്സിഡി കൊടുക്കണം സർ. ഈ തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് പറയാം, ഇപ്പോൾ ഞങ്ങൾ തൊട്ട് മുമ്പ് വരെ അപ്പുറത്തിരുന്നാണ്. അപ്പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്, ഇപ്പുറത്ത് വന്നപ്പോൾ മാറ്റി പറയുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാം സർ. അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണ് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അതെ, അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ പറയുമ്പോൾ അല്ല അപ്പുറത്തിരിക്കുന്നു ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ എന്താ പെട്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായം മാറിയോ? ഇല്ല, അഭിപ്രായം മാറിയില്ല എന്നുള്ളതുകൊണ്ടാണ് 2 തവണ 2018-ലും 2022-ലും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് സാർ. എന്ന് മാത്രമല്ല ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് ടാക്സിൻ്റെ പെർസെൻറ്റേജ് ഡിവിസിബിൾ പൂളിൽ തന്നിരുന്നത് 1.92% ആയിരുന്നു സാർ. കഴിഞ്ഞ 15-ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 1.92% ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി പോയി ഫൈറ്റ് ചെയ്തതും പുറത്ത് നടത്തിയ സമരവും ഡൽഹി നടത്തിയ സമരവും എല്ലാം നടത്തി. ആ സമരത്തിനൊക്കെ ഒരു പിന്തുണയും അന്നത്തെ പ്രതിപക്ഷം തന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നില്ല സാർ. അതൊക്കെ തരാതിരുന്നതാണ്. അങ്ങനെ തരാതിരുന്ന ആളുകൾ ഞങ്ങൾ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിന് മുന്നിൽ കണക്കുകൾ കൊടുത്ത് സർ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ധനകാര്യ പെർസെൻറ്റേജ് 1.92 ആണെങ്കിൽ ഇപ്പോൾ 2.38 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി അധികം ഉണ്ട്. 10,000 കോടി ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിലപാടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട് സർ. ആ സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതൊന്ന് തീരുമാനമായിട്ട് പറയാം. അത് അങ്ങേയറ്റം തെറ്റായ ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റം കുറഞ്ഞിട്ട് 25 പൈസ ഉള്ളായിരുന്നു സാർ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 25 പൈസ ഉള്ളായിരുന്നു പെട്രോളിന്, 1 ലിറ്റർ പെട്രോളിന്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വില കയറിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. 25 പൈസ അന്നുണ്ടായിരുന്നു, ഇപ്പോൾ 113 രൂപയാകുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ഇതിനൊരു തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ സാർ? ഒരു കാര്യം കൂടി സന്തോഷത്തോടെ പറയാം, ഞങ്ങൾക്ക് തുടർച്ച എന്ന നിലയിൽ സംസ്ഥാനത്തിന് താല്പര്യമാണ്. അതുകൊണ്ട് സാർ ടാക്സിൻ്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ ഡിവിസിബിൾ പൂളിൻ്റെ വരുമാനം മാത്രമല്ല സാർ, ടാക്സിൻ്റെ കാര്യത്തിൽ GSTയുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസവും ഈ മാസമൊക്കെ വരുമാനം ഓരോ മാസവും ഇന്ത്യൻ ആവറേജിനേക്കാളും വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ. അതിൻ്റെ വരുമാനം കൂടിയുണ്ട് കേരളത്തിൽ. വിലവർധന കാരണം ഉണ്ടാകുന്ന ടാക്സുകൾ വരും. അപ്പോൾ വരുമാനമുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ
ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി ആദ്യത്തെ അടിയന്തര പ്രമേയത്തിൽ തന്നെ കുഴപ്പത്തിലാക്കി പറയാനല്ല, പക്ഷെ സാധാരണ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല, സംസ്ഥാനം വിട്ടുപോയ തൊഴിലാളികൾ തിരിച്ചു വരുന്നില്ല, ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല സാർ, ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല സാർ. തൊഴിലാളികൾ വന്നാലേ സാർ കോട്ടയത്തായാലും ഇവിടെ ആയാലും ആൾക്ക് ജോലി ചെയ്യാൻ പറ്റും സാർ. സാർ തൊഴിലാളിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാർ. ഈ തരത്തിൽ പാചകവാതകം കിട്ടാതെ ഉൾപ്പെടെയുള്ള റോഡ് പണി നടക്കാതെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അതിനകത്ത് രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിലാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ കേന്ദ്രത്തിനെതിരെ പറയേണ്ടി വരും, സംസ്ഥാനം ചെയ്യേണ്ട കാര്യവും പറയേണ്ടി വരും. അത് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് സാർ ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അത് ചർച്ച ചെയ്യണമെന്നാണ്, അല്ലാതെ വേറൊരു കാര്യമില്ല. അതിനകത്ത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് വരരുത്, വാക്ക് പാലിക്കുന്നതാണ് എന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.